CPIM BJP ഡീൽ ആരോപണത്തിൽ വിവാദം കൊഴുക്കുന്നു. ആരോപണം ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്നും രംഗത്തെത്തി. വി ഡി സതീശൻ ലോക റെക്കോർഡ് കിട്ടാൻ നുണ പറയുന്നുവെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തിരിച്ചടി. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ഡീൽ ആരോപണം ഏറ്റെടുക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തയ്യാറാകാത്തത് ശ്രദ്ധേയമായി. പാലക്കാട് ഉൾപ്പെടെ 10 മണ്ഡലങ്ങളിൽ CPIM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ മണ്ഡലങ്ങളിൽ ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി CPIM BJP-യെ സഹായിക്കുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിമർശനം. ലോക റെക്കോർഡിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നുണ പറയുന്നെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ നുണ. രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്നും തള്ളിക്കളി അസംബന്ധാണെന്നും കളവാണെന്നും നുണയാണെന്നും. MV ഗോവിന്ദൻ വലിയ നുണയനാണെന്നും ഡൽഹിയിലെത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഇരട്ടച്ചങ്ക് ഇല്ലാതാകുമെന്നും വി ഡി സതീശന്റെ മറുപടി. ആരോഗ്യമന്ത്രിയുടെ കഴുത്തു പിടിച്ച് കേസുകാരി തിരിച്ചു കൈ പിടിച്ചു വളച്ചൊടിച്ചു എന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് നോക്കി പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ ആളാണ് MV ഗോവിന്ദൻ. ഈ കേരളത്തിലെ ഏറ്റവും വലിയ നുണയന്മാരുള്ള ഒരാളാണ്. ഈ സാധനമാണ് നോബൽ സമ്മാനത്തിന് അയക്കേണ്ടത്. എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രമുള്ള ഈ 2020 എവിടെയൊക്കെയാണ് കൊണ്ട് സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുന്നത്? NDAയിലെ ചില ദുർബലരായ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിരിക്കുകയാണ്. പല സ്ഥലത്തും CPM സ്ഥാനാർത്ഥികളെ പരസ്പരമുള്ള കൈമാറലാണിത്. CPIM BJP ചങ്ങാത്തം പുതിയ കഥയല്ലെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. വ്യക്തമായിട്ടും ചില സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനും സഹായിക്കാനും വേണ്ടിയിട്ടില്ല, കൃത്യമായ ഡീലാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ ഡീൽ വിവാദം ഏറ്റെടുക്കാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തയ്യാറായില്ല. പാലക്കാട് പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്താതെ വ്യവസായി NMR റസാക്കിനെ CPIM സ്ഥാനാർത്ഥിയാക്കിയതോടെയാണ് കോൺഗ്രസ് ഡീൽ ആരോപണം ഉയർത്തിയത്. ഇലക്ഷൻ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.